Hello everyone, welcome to EduPod Class 8. It's me, your Nafi. Yes, അപ്പോൾ മക്കളെ നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് ടൈം ടേബിൾ ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ. എല്ലാ ടൈം ടേബിളിലെ 8ാം ക്ലാസ്സിലെ ടൈം ടേബിളിലെ സബ്ജക്റ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചില സബ്ജക്റ്റുകൾക്കിടയിൽ പഠിക്കാനായിട്ട് കുറേ ദിവസം വന്ന് അടിപൊളിയായിട്ടൊരു മോഡിഫൈ ചെയ്തൊരു പരിഷ്കരിച്ച ടൈം ടേബിളുമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് നിങ്ങൾ ടൈം ടേബിൾ മാറിയവരെ എല്ലാവരും അറിഞ്ഞല്ലോ. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ പുതിയ ടൈം ടേബിളിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ സത്യസന്ധമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. പുതിയ ടൈം ടേബിൾ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് പഠിക്കുക ചില വിഷയങ്ങൾക്കിടയിലൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. പുതിയ ടൈം ടേബിൾ എങ്ങനെയുണ്ട്? എന്താണ് പുതിയ ടൈം ടേബിളിൻ്റെ ഒരു അവസ്ഥ? നിങ്ങൾക്ക് പഴയ ടൈം ടേബിളിൻ്റെ കാര്യം എന്ത് മാറ്റമാണ് പുതിയ ടൈം ടേബിളിൽ തോന്നുന്നത്? പഠിക്കാനൊക്കെ സമയം കൂടുതൽ കിട്ടുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആനുവൽ എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. ആ ആനുവൽ എക്സാമിന് ടൈം ടേബിൾ മാറ്റിയപ്പം ചില സബ്ജക്റ്റിനിടയിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കൂടുതൽ സമയം കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ സത്യസന്ധമായിട്ട് പറയണം, പഠിച്ചു തുടങ്ങിയോ? ടൈം ടേബിൾ മാറ്റിയ ശേഷം നിങ്ങൾ ദൈവമേ ആശ്വാസമായി തന്നിട്ട് പഠിക്കാതിരിക്കുകയാണോ, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയോ? അതിൻ്റെ ആൻസർ കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. മക്കളെ, നിങ്ങൾക്കറിയാം ടൈം ടേബിൾ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും പരിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും പഠിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നിങ്ങൾക്കാണ്. 8ാം ക്ലാസ്സിൽ ശരിക്കും പഠിച്ചിട്ടില്ലെങ്കിൽ, നല്ലപോലെ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തോറ്റു പോകാൻ ചാൻസ് ഉണ്ട്. 8ാം ക്ലാസ്സിൽ ഒരു വർഷം കൂടി പഠിക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് വരും. അപ്പോൾ ഒരിക്കലും നിങ്ങളെ അതിന് വിടാൻ EduPod സമ്മതിക്കില്ല, അതിന് വിടാൻ EduPod അനുവദിക്കില്ല. നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് തരാൻ EduPod ഉണ്ട്. അപ്പോൾ പുതിയ ടൈം ടേബിൾ അനുസരിച്ച് എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നറിയാനുള്ള ഒരു കിടലൻ സ്റ്റഡി പ്ലാനുമായിട്ട് ഫെബ്രുവരി 20 വ്യാഴാഴ്ച രാത്രി 7 മണിക്ക് ടീം EduPod നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അതിന് ആ ലൈവിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഡേറ്റ് മറക്കണ്ട, ഫെബ്രുവരി 20 വ്യാഴാഴ്ച രാത്രി 7 മണിക്ക് നിങ്ങൾക്ക് പുതിയ ടൈം ടേബിൾ അനുസരിച്ച് ഓരോ ദിവസവും ഏതൊക്കെ സബ്ജക്റ്റാണ് ലൈവ് തരിക, ഓരോ സബ്ജക്റ്റിലെയും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻറ്റ്, ഓരോ ചാപ്റ്ററിലെയും ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻറ്റ്, ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് നിങ്ങളെ അടിപൊളിയായി പഠിപ്പിച്ച്, ഉഷാറായി പഠിപ്പിച്ച്, സൂപ്പറായി പഠിപ്പിച്ച് നിങ്ങളെ ആനുവൽ എക്സാമിന് മികച്ച മാർക്കോട് കൂടി പാസ്സാക്കി 9ാം ക്ലാസ്സിൽ എത്തിക്കാനുള്ള കിടിലൻ സൂപ്പർ കിഡിലോസ്കി സ്റ്റഡി പ്ലാനുമായിട്ടാണ് ടീം EduPod നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഈ ലൈവിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും വരണം. ലൈവിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് നോട്ടിഫൈ മീ ഓൺ ആക്കുക, മാക്സിമം ഫ്രണ്ട്സിനെയും കൂട്ടി ലൈവിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 8ാം ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് മിനിമം മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ EduPod ലൈവ് നിങ്ങൾ കണ്ടേ പറ്റൂ. അത് മാത്രമല്ല, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി നിങ്ങൾ നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യണം കേട്ടോ. EduPod വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യുക. കാരണം ഓരോ ദിവസത്തെയും ലൈവിന് ശേഷം ആ ലൈവിൻ്റെ നോട്ടുകൾ നമ്മൾ അയക്കുന്നത് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെയാണ്. അതിന് ലിങ്ക് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. EduPod ആപ്പ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചോ. EduPod ആപ്പിലൂടെ റിസോഴ്സസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടൻറ്റ് PYQസും ഇമ്പോർട്ടൻറ്റ് നോട്ടുകളൊക്കെ തരുന്നുണ്ട്. റിസോഴ്സസ് കംപ്ലീറ്റ്ലി ഫ്രീ ആട്ടോ. റിസോഴ്സസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് EduPod ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ മികച്ച മാർക്കോട് കൂടി 9ാം ക്ലാസ്സിൽ എത്തിക്കാൻ വേണ്ട എല്ലാ കാര്യം ഡിസ്കസ് ചെയ്യുന്ന നാളെയാണ്. നിങ്ങൾ ഇനി കണ്ണീരൊന്നും വേണ്ടെന്ന് പറഞ്ഞു അല്ലേ, ഇനി നിങ്ങൾ പഠിക്കാതിരിക്കുക. നിങ്ങൾ പഠനത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പഠിക്കാനായിട്ട് കൂടുതൽ സമയം മാറ്റി വെക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുക. നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ തയ്യാറാണെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങളെ കൂടെ നിന്ന് എല്ലാം പഠിപ്പിക്കാൻ നമ്മൾ റെഡിയാണ്. അതിനൊരു കിടിലൻ സ്റ്റഡി പ്ലാനാണിത്. ഇതിൻ്റെ ലൈവ് ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 20 വ്യാഴാഴ്ച രാത്രി 7 മണിക്ക് ഇങ്ങോട്ടേക്ക് പോന്നോ, നമ്മളെല്ലാം സെറ്റാക്കി തരും. അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക, നന്നായി പഠിക്കുക. എല്ലാവർക്കും മികച്ച മാർക്ക് കിട്ടട്ടെ. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും 8ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടട്ടെ. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.